നമസ്കാരം. ധനുസ് പി എസ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 2022 മുതലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൻ്റെ ആൻസേഴ്സും നോക്കാം. ഫയൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതൊരു അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലുള്ള എക്സാമിൻ്റെ ആൻസേഴ്സാണ്, ക്വസ്റ്റ്യൻസുമാണ്. അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങളുണ്ടാവാം. നമുക്ക് മലയാളത്തിലാണ് നമ്മളിവിടെ ചോദ്യങ്ങൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ സാമ്പിൾ ഒന്ന് കാണിച്ചുതരാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് പ്രൊവിഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഗിവൺ എഫക്റ്റ് ഫ്രം November 26, 1949? അല്ലേ? സെയിം ക്വസ്റ്റ്യൻ നമുക്കിവിടെ മലയാളത്തിലും ഉണ്ടെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1949 November 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? അപ്പം നമ്മൾ മലയാളം എടുക്കാൻ കാരണം ഒട്ടുമിക്ക ആൾക്കാരും, ഡിഗ്രി പ്രിലിംസ് എഴുതുന്ന ആൾക്കാർ പോലും എല്ലാവരും തന്നെ മലയാളമായിരിക്കും നമ്മൾ ഓപ്ഷൻസ് എടുക്കുക. വായിക്കാൻ എളുപ്പം നമുക്ക് മലയാളികളായതുകൊണ്ട് തന്നെ അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ പഠിച്ച് വന്നിട്ട് LDCക്ക് പ്രിപ്പയർ ചെയ്തതായിരിക്കാം അല്ലേ. അധികം തൊട്ട് മുകളിലേക്ക് പഠിക്കുമ്പോൾ നമ്മുടെ റാങ്ക് ഫയൽസൊക്കെ ഫോളോ ചെയ്യുന്നതും മലയാളത്തിലാവാം ഇല്ല, അങ്ങനെ പഠിക്കുന്നവരും ഉണ്ട്. എന്നാൽ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ഉണ്ടവർ ഇംഗ്ലീഷ് മാത്രമേ വായിക്കുകയുള്ളൂ അല്ലേ, അങ്ങനെയും പഠിക്കാം. അപ്പോൾ മലയാളത്തിൽ വേണ്ടവർ ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ചോദ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, 1949 November 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? 1949 November 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ മൗലിക അവകാശങ്ങൾ, നിർദ്ദേശ തത്വങ്ങൾ, പൗരത്വം, അടിയന്തര വ്യവസ്ഥകൾ. ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി പൗരത്വമാണ്. ഓപ്ഷൻ സി പൗരത്വം. ഓക്കെ, നമ്മുടെ ആൻസർ പൗരത്വമാണ്. അതായത് 1949 November 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറഞ്ഞ വ്യവസ്ഥകളിൽ ഏതാണ് ആ ഡേറ്റിൽ വന്നേക്കുന്നത്? ആൻസർ പൗരത്വമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 19. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആൻസർ ആർട്ടിക്കിൾ 14. വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം ഏതാണ്? ആർട്ടിക്കിൾ 14 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആൻസർ 1971 ആണ്. ആൻസർ ഓപ്ഷൻ ബി 1971 ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1971. അടുത്ത ക്വസ്റ്റ്യൻ ഇത്, താഴെ പറയുന്നവയിൽ ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? താഴെ പറയുന്നവയിൽ ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? ആൻസർ സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസും. സാമൂഹ്യ സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസുമാണ് 7ാം ഷെഡ്യൂളിൻ്റെ 7th ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 7th ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഏതാണ്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥി ആരാണ്? അല്ലേ, നമുക്ക് ഈ വർഷം 24 ക്വസ്റ്റ്യൻസ് ആണ്, കഥ നോക്കിയാൽ വെച്ചേക്കാം. ഓക്കെ, ആൻസർ ഇന്തോനേഷ്യയിലെ പ്രസിഡൻറ്റ് സുക്കോർണോ. അപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രസിഡൻറ്റ് പഠിച്ചില്ലേ നമ്മൾ? സുക്കാർണോ പഠിച്ചു അല്ലേ? അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമാരാണ്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ഇവരിൽ ആരൊക്കെയാണ്? ആൻസർ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമാകുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? സംരക്ഷണ നിയമം നമുക്കറിയാം 1986 ആണ് അല്ലേ? അവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് കൺസ്യൂമറാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണത്? ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണത്. കേന്ദ്ര സർക്കാരിൽ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണ്? അവിടെ ഉപഭോക്തൃ കാര്യങ്ങളൊക്കെ അല്ലേ, മറ്റുള്ള ഉപഭോക്തൃ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അല്ലെ, അതൊക്കെ പറയാൻ വേണ്ടിയുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹമാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സെൻട്രലാണ്, കേന്ദ്രമാണ്. അപ്പോൾ കേന്ദ്രത്തിലെ ഒരാളാണ് മന്ത്രിയായിട്ടാണ് വരിക. അത്രേ ആലോചിക്കാം. അടുത്തത്, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓക്കെ, ശരിയല്ലാത്ത പ്രസ്താവന ഞാൻ മാർക്ക് ചെയ്തേക്കാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, ഇതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പോൾ നമുക്ക് സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാനവുമുണ്ട്, സ്റ്റേറ്റുമുണ്ട്, സെൻട്രലുമുണ്ട്, കേന്ദ്രവുമുണ്ട്. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരികൾ നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തേത്, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ സംസ്ഥാനവും സ്റ്റേറ്റും സെൻട്രലുമായ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ആര് നിയമിക്കുന്നു? ആർക്ക് നീക്കം ചെയ്യാൻ കഴിയുള്ളൂ? ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? എപ്പോഴാണ്? 11 അല്ലേ, 11ലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ മണിപ്പൂർ. ഇന്ത്യയുടെ രത്നം ഏതാണ്? മണിപ്പൂർ അല്ലേ, മണിരത്നം. മണിപ്പൂരാണ് മണിരത്നം. ഓക്കെ, മണിരത്നം ഓർത്തിരിക്കാം, മണിപ്പൂരാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ശാസ്ത്രിയാണ് കിസാൻ എന്ന് പറയുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ജയ് ജവാൻ ജയ് കിസാൻ ആരാ പറയുന്നത്? ശാസ്ത്രികളാണ് പറയുന്നത്. കിസാൻ ജയിക്കട്ടെ എന്ന് പറയുന്നത് ശാസ്ത്രികളാണ്. ഓക്കെ, ജയ് ജവാൻ ജയ് കിസാൻ, ജയ് ജവാൻ ജയ് കിസാൻ ശാസ്ത്രികളുടെ, ലാൽ ബഹദൂർ ശാസ്ത്രികളുടേതാണ്. നെക്സ്റ്റ് വൺ, NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ കയറിപ്പോ അല്ലേ, അസീറിയയിലെ നിനവേയുടെ
അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശോണിതപുരം. ശോണിതപുരം. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 84/22 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോളാം, പ്രിലിംസ് എക്സാം +2 ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ്? അധ്യക്ഷനും 2 അംഗങ്ങളുമാണ് ഉള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ അല്ലെ അംഗസംഖ്യ എത്രയാണ്? അവിടെ അധ്യക്ഷനും 2 അംഗങ്ങളും, 3 പേർ അല്ലേ, അധ്യക്ഷനും 2 അംഗങ്ങളും. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ആൻസർ ഉദ്യോഗസ്ഥ വൃന്ദം. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൂടെയാണ്. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്ത് ഉപയോഗം. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ, ഇ ഗവേണൻസ്. ഭരണരംഗത്ത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ആ സാങ്കേതിക വിദ്യ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇ ഗവേണൻസ്. ഓക്കെ, അടുത്തത്, വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? 36 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? എത്ര രൂപയാണ്? ആൻസർ 250 രൂപ. ആൻസർ 250 രൂപ. ഓപ്ഷൻ ബി 250 രൂപ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ആൻസർ ഫ്രാൻസ്. സമത്വം എങ്ങോട്ടാണ്? ഫ്രാൻസിൽ നിന്ന് കിട്ടിയതാണ്. സമത്വം ഫ്രാൻസിൽ നിന്ന് കിട്ടിയതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ക്ഷേമരാഷ്ട്രം അല്ലേ? ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം മഹാത്മാഗാന്ധിയുടെയാണ്. ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പമാണ് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബിൽ ധനകാര്യ ബിൽ ആണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? സ്പീക്കറാണ്. ലോക്സഭയിലാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ, മറ്റിവിടെയാണെങ്കിൽ നിയമസഭാ സ്പീക്കറായിരിക്കും. നമ്മുടെ സ്റ്റേറ്റിലാണെങ്കിൽ നിയമസഭാ സ്പീക്കർ. ലോക്സഭ എന്ന് പറയുമ്പോൾ അല്ലേ, ധനകാര്യ ബിൽ ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക. അപ്പോൾ സ്പീക്കർ, ലോക്സഭാ സ്പീക്കർ നമുക്ക് എഴുതാം ഇവിടെ ഉത്തരം. നെക്സ്റ്റ്, പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനം എന്താണ്? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. ജുഡീഷ്യൽ റിവ്യൂ അല്ലേ, നമ്മൾ എഴുതിയ റിവ്യൂ പറയാൻ പറയും. ഒരു കാര്യം കണ്ടാൽ, ഒരു സിനിമ കണ്ടാൽ, ഒരു സ്റ്റോറി വായിച്ചാൽ റിവ്യൂ പറയാൻ അല്ലേ. അതിൻ്റെ സമ്മറി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അത് ആ നിയമങ്ങൾ ഇല്ല അല്ലെങ്കിൽ പാസ്സാക്കുന്ന സംഭവം ഉള്ളതാണോ ഇല്ലതാണോ പരിശോധിക്കുന്ന സംവിധാനമാണ് ഇവിടെ നിയമപരമായ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ ആണത്. ഭരണഘടനയെ പാലിച്ചാണോ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അതാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലേ. ഭരണമാണ് ജുഡീഷ്യൽ, നിയമമാണ് ജുഡീഷ്യൽ. ഭരണഘടന അനുസരിച്ചാണോ ഈ പാർലമെൻറ്റ് അല്ലേ നിയമങ്ങളൊക്കെ പാസ്സാക്കുക. അതാ ജുഡീഷ്യൽ റിവ്യൂ വെച്ച് നമുക്കത് പരിശോധിക്കാൻ പറ്റും. ജുഡീഷ്യൽ റിവ്യൂ. അടുത്തത്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ അല്ലേ എന്ത് സംഭവിക്കുന്നു? ആൻസർ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളത് അല്ലേ. കേന്ദ്രത്തിനാണ് എപ്പോഴും കുറച്ച്, രണ്ടും കൂടി വരുമ്പോൾ കേന്ദ്രത്തിനാണ് പരമാധികാരം ഉള്ളത് എന്ന് ഓർത്താൽ മതി. കേന്ദ്ര നിയമം മാത്രമാണ് സാധുതയുള്ളത് ആകുക, പ്രാവർത്തികമാകുക. അടുത്തത്, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏതാണ്?
വരുമാന നികുതിയാണ് പ്രത്യക്ഷമായി കാണാൻ പറ്റുക അല്ലേ. പ്രത്യക്ഷ നികുതിയിൽ വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതിയുമായി കാണും അല്ലേ. അത് നമ്മൾ നികുതി അടയ്ക്കണം എന്ന് ഓർത്താൽ മതി അല്ലേ. നികുതി അടച്ചേ പറ്റുള്ളൂ. അതിന് വരുമാനമുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ നികുതി അടച്ചേ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കുക. ബാക്കി പരോക്ഷം എന്ന് പറയുമ്പോൾ മറ്റു രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ നേരിട്ട് അറിയുന്നില്ല അല്ലേ. ഇതിൽ കൂടെ നമ്മളിപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമ്മൾ കടയിലേക്ക് കൊടുക്കുക പൈസ, അവരതൊന്ന് അടച്ചോളും. അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ നികുതി അടച്ചേ പറ്റുമെന്ന് ഓർത്തിരിക്കുക. അത് പ്രത്യക്ഷത്തിലാണ് നമ്മൾ ചെയ്യുക. നമുക്ക് നമ്മൾ നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ, ഓർത്താൽ മതി. അപ്പോൾ വരുമാനമുണ്ടെങ്കിൽ നമുക്ക് നികുതി അടച്ചേ പറ്റുകയുള്ളൂ. നേരിട്ട് ചെയ്യുന്ന കാര്യമാണ് അത് എന്നോർത്താൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. അടുത്തത്, ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ബജറ്റാണ് അല്ലേ. ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ആൻസർ മുംബൈ. ഓക്കെ അല്ലേ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 2023-24 ഇന്ത്യൻ ബജറ്റിൽ അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ നൽകുന്നു. അതിൽ പെടാത്തത് ഏതാണ്? അമൃതകാൽ ഇതൊക്കെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ആൻസർ ഏതാണ്? നമുക്ക് ആൻസർ വിവരാവകാശമാണ് അല്ലേ. അതായത് അമൃതകാലം, ഇന്ത്യൻ ബജറ്റിൻ്റെ അമൃതകാലം എന്ന പദ്ധതിക്കകത്ത് ഇത് വിവരാവകാശത്തെക്കുറിച്ച് പറയുന്നില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നത്, നീതി ആയോഗിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? എത്ര പഠിച്ചാലും അതിനെക്കുറിച്ച് തീരുന്നുമില്ല അല്ലേ. അപ്പോൾ നീതി ആയോഗ് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസേഴ്സ് ഞാൻ പറയാം അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ് അല്ലേ. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനം നമുക്ക് കിട്ടും. അത് നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് അല്ലേ. അത് സിംഗിളായും ചോദിക്കുന്നുണ്ട്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണെന്ന് 1 മാർക്ക് അല്ലേ. 1 മാർക്ക് മീൻസ് എന്താണ്? സിമ്പിളായിട്ട് ഒറ്റ വാക്കിലങ്ങ് ചോദിക്കാറുണ്ട്. പ്രസ്താവന രീതി അല്ലാതെയും ചോദിക്കുന്നു അല്ലേ. അപ്പോൾ ഈ ചോദിക്കാറുണ്ട്, ഇതും ചോദിക്കാറുണ്ട് അല്ലേ. ആ പ്രസ്താവന രീതി വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ഫാക്ട്സ് പഠിച്ചു വെക്കുമ്പോൾ അല്ലേ, അത് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ഉപകാരപ്പെടുന്നു. ഇപ്പോൾ നോക്കുക, നീതി ആയോഗിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ അല്ലേ, ഇത് നോക്കാം. ശരിയല്ലാത്ത ഏതൊക്കെയാണ്? ഈ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. ആൻസർ എന്താണ്? ശരിയല്ലാത്ത ഇതാണ് കേട്ടോ. അതിൽ 2020 മെയ് 12 പ്രഖ്യാപിച്ചു. GDPയുടെ 10% വരുന്ന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഓക്കെ അല്ലേ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ഉണ്ടാക്കുക. ഓക്കെ അല്ലേ. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പോലും നമുക്ക് നോക്കി വെക്കാം. അടുത്തത്, ഇതുകൂടെ പ്രയാസപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ, നോക്കാം. ഇതിൽ തന്നിരിക്കുന്നത് ചേരും പടി ചേർക്കുക. ഇതിൻ്റെ ആൻസർ ഞാനങ്ങ് പറഞ്ഞേക്കാം അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. GST ബിൽ വന്നത് എന്നാണ്? GST ബിൽ എന്നാണത് 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം വന്നത് എന്നാണ്? 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 1951 ഏപ്രിൽ 1. ഇത്രയും ഡേറ്റുകളും നല്ല ബൈ ഹാർട്ടായിട്ട് എപ്പോഴും പഠിച്ചു വെച്ചേക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമ്മൾ തെറ്റിക്കുന്നത് പോലെ അവിടെ ഇരിക്കുമ്പോൾ, ആ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ
കൺഫ്യൂഷൻ അങ്ങ് വരും, ഉറപ്പാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് പഠിച്ചു വെക്കണേ. ഓക്കെ. GST ബില്ല് 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചെന്നാണ് 1950 മാർച്ച് 15. തൊഴിലുറപ്പ് നിയമമോ 2005 ഓഗസ്റ്റ് 23. പഞ്ചവത്സര പദ്ധതി 1951 പോകണം, ഏപ്രിൽ 1. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, നബാർഡുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബന്ധമില്ലാത്ത കാര്യം അല്ലേ? ഇതാണ് ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. നബാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ്? കാർഷിക വികസനവും ഗ്രാമീണ വികസനവും. കാർഷിക വികസനവും ഗ്രാമീണ വികസനവുമാണ് എന്താ? നബാർഡ്. കാർഷിക വികസനവും ഗ്രാമീണ വികസനവുമാണ് നബാർഡ്. ആസ്ഥാനം മുംബൈയാണ്. ആരുടേത്? നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ശിവരാമൻ കമ്മിറ്റി പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്. ശിവരാമൻ കമ്മിറ്റി വന്നുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തതില്ലേ? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുമ്പോൾ നമ്മൾ മറ്റു പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും പലതും കടമെടുത്തിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചേക്കുന്നില്ലേ? അവരുടെ മൂല്യങ്ങളായ പ്രത്യേകതയുള്ള ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ സാംശീകരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടാത്തത് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഉണ്ടോ? ബ്രിട്ടീഷുകാരുടെ ചോദിച്ചേക്കുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത സവിശേഷതകളിൽ പെടാത്തത് ഏതൊക്കെയാണ്? ഓക്കെ, ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവുമാണ് അല്ലേ? അപ്പം ബ്രിട്ടീഷുകാർ കടമെടുത്തതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നിയമവാഴ്ചയും പാർലമെൻ്ററിയുമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ബ്രിട്ടീഷുകാരുടെ അറിയണം. ബ്രിട്ടീഷുകാരുടെ പ്രത്യേകമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നിയമവാഴ്ചയും പാർലമെൻ്ററി സമ്പ്രദായവുമാണ് ആരുടേത്? ബ്രിട്ടീഷുകാരുടെ നമ്മൾ അറിയണം. നിയമവാഴ്ചയും പാർലമെൻ്ററി സമ്പ്രദായവുമാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ കടമെടുത്തത്. ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തതെന്ന് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും മാത്രമല്ല, കുറേ എണ്ണം ഉണ്ടല്ലേ അവരുടേതുണ്ട്. അപ്പോൾ അതങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ ഉത്തരവുകളുമായി റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 4ാമത്തതാണ് ശരിയായത്. അതായത് ഈ റിട്ടുകളെക്കുറിച്ച് ചോദിച്ചേക്കുന്നത് അല്ലേ? ഉത്തരവുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇത് മാത്രം നോക്കിയാൽ മതി. ഇന്ത്യൻ ഭരണഘടന 5 തരം ഉത്തരവുകളെക്കുറിച്ച് പ്രതിപാദിക്കും, റിട്ടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിയല്ലേ? 5 തരം അല്ലേ? 5 തരം ഏതൊക്കെയാണെന്ന് അറിയുമോ? അത് എഴുതി വെക്കണം അവിടെ. ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറൻറ്റോ, സെർച്യൂട്ടറി. ഒന്നുകൂടി ഉണ്ടോ? ഇവിടെ ഉണ്ട് മാൻഡമസ് അല്ലേ? ആ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്ത ആശയം ഏതാണ്? മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയം ഏതാണ്? പെടാത്ത ആശയം ആൻസർ എന്താണ്? 2ാമത്തതാണ് പെടാത്തത്. മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പെടാത്ത കാര്യം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? അതേതാണ്? 3ാമത്തതാണ്. ആൻസർ ഓപ്ഷൻ ഡി. 3ാമത്തതാണ് പെടാത്തത്. 4A അല്ലേ? മൗലിക കർത്തവ്യങ്ങൾ പെടാത്തതാണ്. വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നുള്ളതാണ് പെടാത്ത കാര്യം. ഇതൊക്കെ നമുക്കറിയാം, ആർട്ടിക്കിൾ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. പ്രകൃതി സംരക്ഷണം മൗലിക കർത്തവ്യം എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് വായിച്ച് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പെടാത്ത കാര്യങ്ങൾ ഈ 3ഉം 4ഉമാണ് പെടാത്ത കാര്യങ്ങൾ അല്ലേ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം, അതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. ഭൂരിപക്ഷമില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള ആളെ
പ്രധാനമന്ത്രിയാക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധിക്കാനായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. അദ്ദേഹത്തെ അന്തിമ തീരുമാനം എടുക്കാൻ പറ്റുമെന്നർത്ഥം. ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ വെള്ളണ്ട. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തെങ്കിൽ മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ. അത് ചെയ്ത് ശീലിക്കണം. ഓക്കെ, അത് കുത്തിയിരുന്ന് വായിച്ച് ശീലിക്കണം. നെക്സ്റ്റ് വൺ. ഭരണഘടനയുടെ എത്ര 5, 6, 7 പട്ടികയിൽ അല്ലേ 5, 6, 7 7 പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരം ഏതുമായി അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 ശരിയാണ് അല്ലേ? ഇത് വേണ്ട. ശരിയായത് ആരൊക്കെയാണ്? 1, അവശിഷ്ടാധികാരം എന്ന് പറയുമ്പോൾ നമുക്ക് സൈബർ നിയമം എപ്പോഴും വായി വരും. സൈബർ നിയമങ്ങൾ ഉദാഹരണമാണ്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. അവശിഷ്ടാധികാരത്തിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ്. 3 പോയിൻറ്റ്സ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പുകൾ ഏതെല്ലാം? ശരിയായ വകുപ്പ് ഏതാണ് ഇവിടെ? രണ്ടാമത്തതാണ് ശരിയായ വകുപ്പ് പറഞ്ഞത് അല്ലേ? 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ് പറയുന്നത്. 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരമാണ് പറയുന്നത്. ബാക്കി വകുപ്പുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഈ ചോദ്യപേപ്പർ അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ചോദ്യപേപ്പർ തന്നെയാണ്. 2022 നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്ന ചോദ്യപേപ്പർ ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചോദ്യം നോക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിയന്തര അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് ശരിയുള്ള പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ സി. എന്തൊക്കെയാണ്? 3 വ്യത്യസ്ത തരത്തിലുള്ള അടിയന്തര കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. യുദ്ധം, ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ്. അല്ലേ? നമ്മൾ അടിയന്തരാവസ്ഥ വായിക്കുമ്പോൾ കിട്ടുന്ന ഫാക്ട്സ് അതൊക്കെയാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 7ാമത്തതാണ്. 7th ഷെഡ്യൂളിലാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? കണ്ടില്ലേ? ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? 4ാമത്തത് മാത്രം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ശരിയല്ലാത്തത് അല്ലേ? ബാക്കിയെല്ലാം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പാർലമെൻറ്റിൻ്റെ നിയമപ്രകാരമാണ് NHRC നിയമിച്ചിരിക്കുന്നത്. ഹ്യൂമൻ അല്ലേ? ദേശീയ മനുഷ്യാവകാശം ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ അതിൻ്റെ രൂപീകരിച്ചത് എന്നാണെന്നും ഒക്കെ നമ്മൾ പഠിക്കും. ഡീറ്റെയിൽഡായിട്ട് കൂടി പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ ഡിഗ്രി ഫിലിംസിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് എവിടെയും ചോദിക്കുന്നുണ്ട്. LDCക്കും ചോദിക്കും, ഇല്ല സെൻറ്റൻസ് വൈസ് ചോദിക്കാറുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു എക്സ് ഒഫീഷ്യോ അംഗമാണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി പഠിക്കണം. ഓക്കെ, ഈ 3 ഫാക്റ്റുകളും ശരിയാണ്. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയില്ലാത്തത്? 4ാമത്തെ മാത്രമാണ് ശരിയില്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ 42nd ആണ്. 42ാം ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന വാക്ക്
ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് തിരക്കാവുന്നുണ്ട് അല്ലേ, ധൃതി കൂടുന്നില്ല, അപ്പോൾ ഒന്ന് സ്ലോയി നിങ്ങൾ കണ്ടാൽ മതി. ഇന്ത്യൻ ഭരണഘടനയിലെ സോഷ്യലിസം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? സോഷ്യലിസം എന്ന പദം, ആൻസർ രണ്ടാമത്തതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്ത് സൂചിപ്പിക്കുന്നു അത്? സോഷ്യലിസം സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുക. സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന മേഖലകളെ മാത്രം ദേശസാൽക്കരിക്കുകയും സ്വകാര്യ സ്വത്ത് വിനിയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സോഷ്യലിസം, അല്ലേ? പൊതുവായി കൊടുക്കുക, സോഷ്യലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്തത്, അഖിലേന്ത്യാ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, UPSC. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരാണ് അംഗീകാരം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒരു പൊതു ഉദ്യോഗസ്ഥൻ ചുമതലകൾ നിർവഹിക്കാൻ വിസമ്മതിക്കുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിക്കോ പുറപ്പെടുവിക്കുന്ന കമാൻഡ് ഏതാണ്? മാൻഡമസ്, അല്ലെ? കൽപ്പന പുറപ്പെടുവിക്കും, മാൻഡമസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which article of the Constitution and deals with the procedure for the election of the Indian President? Election of Indian President ഒക്കെ ചോദ്യങ്ങളാണ് അല്ലേ. മലയാളം നമുക്ക് നോക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടോളൂ, ഇങ്ങനെ വിട്ടത്. നെക്സ്റ്റ്, പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലോ മന്ത്രിക്കോ പാർലമെൻറ്റ് അംഗത്തിനോ എതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? അഴിമതി സ്ഥാപനം ഏതാണ്? ലോക്പാലാണ്. അഴിമതി ആരോപണം അന്വേഷിക്കുന്നത് ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ആർട്ടിക്കിൾ 54 ആണ്. ഇന്ത്യൻ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെത് 54 ആണ്. അടുത്തത്, അസമിലെ പരമ്പരാഗത നാടകത്തിൻ്റെ പേര് ഏതാണത്? സത്രിയ. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം സമാധാനം, സമൃദ്ധി, പുരോഗതി. ഇതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് വൈൻഡ് അപ്പ്. അടുത്ത ക്വസ്റ്റ്യൻസ് പുറകെ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗൈൻ.